ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അതെ, നമ്മൾ ഈസി ആയിട്ടൊരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഓൾഡ് മങ്കിന്റെ കുപ്പിയാണ്, ഉരുണ്ട കുപ്പിയാണ്. ഇത് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഒരു പ്രത്യേക ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഉരുണ്ട ബോട്ടിൽസ് എടുക്കാൻ നല്ലത്. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട പെയിന്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, ഇത് വരയ്ക്കുമ്പോൾ ഇത് വരച്ച് ചെയ്യുന്നൊരു ബോട്ടിലാട്ടല്ല, ഈസി ആയിട്ട് ചെയ്യുന്നൊരു ബോട്ടിലാട്ടാണ്. അതിനൊരു കാര്യം കൂടി വേണം. നമ്മൾ ഇന്ന് വെജിറ്റബിൾ ആർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ബോട്ടില്. ആദ്യം നമുക്ക് ഇവന് പെയിന്റ് അടിച്ചാലോ. നമ്മളിപ്പോൾ ഫസ്റ്റ് കോട്ട് അടിക്കാനായിട്ട് വൈറ്റാണ് എടുത്തിരിക്കുന്നത്. ടപ്പ് നമ്മളിത് വേഗം അടിച്ച് തീർക്കുന്നുണ്ടോ. കുപ്പിയിലടിക്കുന്ന പെയിൻറ്റ് വേറെ എവിടെയും വീഴാണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് വൈറ്റ് കളറ് 2 കോട്ട് അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ വെണ്ടയ്ക്ക എടുക്കുക. വെണ്ടയ്ക്ക എടുത്തിട്ട് ഒരു പ്ലെയിൻ പേപ്പറിൽ നമ്മൾ അതിൻ്റെ ഒരു പശപ്പൊക്കെ ഒന്ന് കളയുക. നമ്മളിത് ചെയ്യുമ്പോൾ എയർ ബബിൾസ് വരാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളത് ബോട്ടിൽ ഒരു 2 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, അക്രിലിക് എടുത്തടിച്ചിട്ടുണ്ട്. അപ്പം അത് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പിൽ നിന്ന് ലെയറായിട്ട് ഓരോ ലെയേഴ്സായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്കതല്ലാണ്ട് ആകെ ഒരു കളറായിട്ട്, ഇപ്പോൾ റെഡാണ് എടുക്കുന്നതെങ്കിൽ റെഡ് മാത്രമായിട്ട് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ വെജിറ്റബിൾ ആർട്ട് ക്ലോത്തിലൊക്കെ ചെയ്യുന്നത്. ക്ലോത്തിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും, പക്ഷേ അത്രയും ഒരു ഫിനിഷിങ്ങിൽ നമ്മൾ ബോട്ടിൽ ചെയ്യുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ഈ പ്രിൻ്റ് ചെയ്യാനായിട്ട്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ മണി പ്ലാന്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനത് വിചാരിച്ചു കുറച്ചും കൂടെ അത് ഭംഗിയാക്കി ഒരു ഹോം ഡെക്കർ പോലെ വയ്ക്കാം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്തത് തന്നെ. ഞാൻ ഇതിനു മുമ്പ് ഒരു യൂസ്ഡ് ഓയിൽ ക്രാഫ്റ്റ് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന 2-3 പ്രാവശ്യം യൂസ് ചെയ്ത് എണ്ണയൊക്കെ എടുത്ത് നമ്മൾ കളയുമല്ലോ. അത് കളയാതെ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രാഫ്റ്റായിട്ടാണ് ചെയ്തത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പേപ്പറിൽ ഡിപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് കളഞ്ഞിട്ട് വേണം കേട്ടോ പ്രിൻ്റ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റായിട്ടുള്ളൊരു പ്രിൻ്റ് കിട്ടത്തില്ല. ഞാനിപ്പോൾ 4 കളേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ 4 കളേഴ്സും ചെയ്തത് ഒരു വെണ്ടയ്ക്ക തന്നെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുകൂടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.